സുഹൃത്തുക്കളെ, അന്റാർട്ടിക്ക പച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയെ ഒറ്റയടിക്ക് വെള്ളത്തിന്റെ അടിയിൽ മുക്കാൻ കഴിയുന്ന ഒരേ ഒരു ഭൂഖണ്ഡം, മഞ്ഞുകൾ കൊണ്ട് മൂടിയ അത്ഭുതം, അതാണ് അന്റാർട്ടിക്ക. പക്ഷേ അന്റാർട്ടിക്കയിൽ എന്തോ മാറ്റം സംഭവിക്കുന്നു. മഞ്ഞുകൾ ഉരുകുന്നു, അന്റാർട്ടിക്കയിൽ ജീവന്റെ സാന്നിധ്യം കൂടുന്നു, അന്റാർട്ടിക്ക പച്ചയായി മാറുകയാണ്. പല പ്രമുഖ ന്യൂസ് ചാനലുകളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അന്റാർട്ടിക്ക പച്ചപ്പിലേക്ക് വഴിമാറി. അന്റാർട്ടിക്കയിലെ പച്ചപ്പ് ആശങ്കാജനകമാകും വിധം വർദ്ധിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകൾ. It is heating up the icy continent and it is turning Antarctica green. പലരും ഇതിനെ ലോകാവസാനത്തിന്റെ സൂചനയാണെന്ന് പറയുന്നു. ചിലർ ഭൂമിയിൽ കാലക്രമേണ ഉണ്ടാവുന്ന മാറ്റമെന്നും പറയുന്നു. പക്ഷേ സത്യം എന്താണ്? എന്തുകൊണ്ട് അന്റാർട്ടിക്ക പച്ചയായി മാറുന്നു? ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന പെൻഗ്വിൻസ്, സീൽസ്, പോളാർ ബിയർ തുടങ്ങിയ ജീവനുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശം കൊണ്ടുവരുമോ? ഇനി നമുക്ക് വെള്ളപ്പുതച്ച അന്റാർട്ടിക്കയെ കാണാൻ സാധിക്കുമോ? അതോ ഭാവിയിൽ അന്റാർട്ടിക്ക ആമസോൺ പോലെ വലിയ കാടായി മാറുമോ? നമുക്ക് ഓരോന്നും പരിശോധിക്കാം. സുഹൃത്തുക്കളെ, ആദ്യമായി അന്റാർട്ടിക്ക പച്ച കൊണ്ടു നിറയുന്നതിന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് 3 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. ഇതാണ് അന്റാർട്ടിക്കയുടെ പച്ചപ്പിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഫോസിൽ ഇന്ധനങ്ങളുടെ ദഹനം പോലുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ കാർബൺ ഡയോക്സൈഡ്, മീഥേൻ തുടങ്ങിയ വിപുലമായ അളവിലുള്ള ഹരിതഗൃഹ വാതകങ്ങളെ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വാതകങ്ങൾ ചൂടിനെ വർദ്ധിപ്പിക്കുകയും ആഗോള താപനത്തിന് കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഉയരുന്ന താപനില കാരണം ഭൂമിയിലെ ഏറ്റവും വേഗം ചൂടാകുന്ന പ്രദേശങ്ങളിലൊന്നായ അന്റാർട്ടിക്ക കഴിഞ്ഞ 50 വർഷത്തിനിടെ ഏകദേശം 3 സെൽഷ്യസ് താപനില വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചൂടിന്റെ വർധനവ് മഞ്ഞുപാളികൾ തകരാനും മുൻപ് കണ്ടിട്ടില്ലാത്ത നിരക്കിൽ മഞ്ഞ് ഉരുകാൻ കാരണമാകും. മഞ്ഞുകട്ടകൾ ഉരുകുമ്പോൾ പാറ, സമുദ്രം തുടങ്ങിയ കൂടുതൽ കറുത്ത നിറത്തിലുള്ള ഉപരിതലങ്ങൾ സൂര്യപ്രകാശത്തിന് വെളിവാകുന്നു. ഇവ പ്രതിഫലനാത്മകമായ മഞ്ഞിനേക്കാൾ കൂടുതൽ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നു. മഞ്ഞുകൾക്ക് ചൂടിനെ നല്ല രീതിയിൽ ആഗിരണം ചെയ്യാൻ കഴിയില്ല. പക്ഷേ പാറകൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. ഇതുകൊണ്ട് ചൂട് കൂടി മഞ്ഞുകൾ ഉരുകാൻ തുടങ്ങുന്നു. അന്റാർട്ടിക്കയുടെ മാറ്റത്തിന്റെ രണ്ടാമത്തെ കാരണം ദൃശ്യമായ പച്ച മഞ്ഞിന്റെ പ്രത്യക്ഷപ്പെടലാണ്. വേനൽക്കാലത്ത് മഞ്ഞിന്റെ ഉപരിതലത്തിൽ വിരിയുന്ന സൂക്ഷ്മ ആൽഗകളാണ് ഈ പ്രതിഭാസത്തിന് കാരണം. പ്രധാനമായും ക്ലാമിഡോമോണാസ് നിവാലിസ് എന്ന ആൽഗകളിൽ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്നു. ഇതാണ് അവയ്ക്ക് പച്ച നിറം നൽകുന്നത്. എന്നാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു? കഠിനമായ ശൈത്യകാലത്ത് ഈ ആൽഗകൾ മഞ്ഞിനടിയിൽ നിഷ്ക്രിയമായി കിടക്കുന്നു. വേനൽക്കാലം എത്തുകയും മഞ്ഞ് ഉരുകാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ആൽഗകൾ ഉണരുകയും ഉരുകിയ മഞ്ഞുവെള്ളത്തിൽ നിന്ന് സൂര്യപ്രകാശവും പോഷകങ്ങളും ആഗിരണം ചെയ്യുകയും ചെയ്യും. അവ പെറ്റുപെരുകുകയും ചെയ്യും. അങ്ങനെ പച്ചപ്പാടുകൾ സൃഷ്ടിക്കുന്നു. ഈ ആൽഗകൾ വിരിയുന്നത് വ്യാപിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഉയർന്ന താപനിലയും വർദ്ധിച്ച ഉരുകുന്ന ജലവും അവയുടെ വളർച്ചയ്ക്ക് ആദർശ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ചില പ്രദേശങ്ങളിൽ വ്യത്യസ്ത തരം ആൽഗകൾ കാരണം മഞ്ഞ് പച്ച മാത്രമല്ല, ചുവപ്പും ഓറഞ്ചും നിറത്തിലും മാറുന്നു. ഈ പച്ചപ്പ് വെറുമൊരു കൗതുകമല്ല, ഇതിന് ഗൗരവമേറിയ പ്രത്യാഘാതങ്ങളുണ്ട്. ആൽഗകൾ മഞ്ഞിനെ ഇരുണ്ടതാക്കുന്നു. സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ള അതിന്റെ കഴിവ് കുറയ്ക്കുന്നു. അങ്ങനെ ആൽബിഡോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം സംഭവിക്കുന്നു. ഈ കറുത്ത ആൽഗകൾ കാരണം മഞ്ഞുകൾ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുകയും അതിലൂടെ മഞ്ഞുകൾ ഉരുകാൻ കാരണമാകുന്നു. മൂന്നാമത്തെ കാരണം നമ്മൾ തന്നെയാണ്. അന്റാർട്ടിക്കയുടെ പരിവർത്തനം വെറുമൊരു പ്രകൃതി പ്രതിഭാസമല്ല, ഇത് മനുഷ്യപ്രവർത്തനത്തിന്റെ കൂടി ഫലമാണ്. ഗ്രീൻ ഹൌസ് എഫക്ട് മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് ഭൂഖണ്ഡത്തിന്റെ പച്ചപ്പിന്റെ മറ്റൊരു പ്രധാന കാരണം. അന്റാർട്ടിക്കയിലെ വിനോദസഞ്ചാരം കഴിഞ്ഞ വർഷങ്ങളിൽ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഓരോ വർഷവും 10,000-കണക്കിന് സന്ദർശകർ എത്തുന്നുണ്ട്. മറ്റൊരു കാരണം അതിരുവിട്ട റിസർച്ചുകൾ ആണ്. ശാസ്ത്രം അത്യാവശ്യമാണെങ്കിലും ഗവേഷണ കേന്ദ്രങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതും കൂടാതെ മഞ്ഞിനടിയിലെ പണ്ടു ജീവിച്ചു മഞ്ഞിൽ ഉറഞ്ഞ ജീവികളുടെ കടന്നുകയറ്റം, മലിനീകരണം, വന്യജീവികൾക്കുള്ള തടസ്സങ്ങൾ എന്നിവയെല്ലാം ആശങ്കകൾ ഉയർത്തുന്നു. പക്ഷേ അന്റാർട്ടിക്ക അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രതീകമാണ്. 1959 ഒപ്പുവെച്ച അന്റാർട്ടിക് ഉടമ്പടി ഈ ഭൂഖണ്ഡത്തെ സമാധാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഇടമായി നിർവചിക്കുന്നു. ഇത് ഏതു രാജ്യത്തിന്റെയും അവകാശമല്ല. എന്നാൽ മഞ്ഞ് ഉരുകുന്നതിനനുസരിച്ച് പുതിയ വെല്ലുവിളികൾ ഉയർന്നുവരുന്നു. കാരണം മഞ്ഞിനടിയിലെ വിഭവങ്ങളുടെ ഉടമസ്ഥത ആർക്കാണ്? ഭാവിയിൽ ഈ ഭൂഖണ്ഡം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും? എങ്കിലും ഒരു കാര്യം ഓർത്താൽ നല്ലത്, അന്റാർട്ടിക്ക മുഴുവനായി ഉരുകിയാൽ ഭൂമിയെ കാത്തിരിക്കുന്നത് വിനാശമായിരിക്കും. ഭൂമി വെള്ളത്താൽ മുങ്ങും. മഞ്ഞിനടിയിൽ ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് അണുക്കളും വൈറസുകളും നമ്മുടെ വീടുകളിൽ എത്തും. അത് കൊറോണ പോലും അതിന്റെ മുമ്പിൽ വെറും ഇരകൾ മാത്രമായിരിക്കും. ഒരു പുതിയ യുഗത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലോകത്തിന്റെ സൗന്ദര്യവും ദുർബലതയും അന്റാർട്ടിക്ക നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി ക്രമത്തിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചും അതിനെ സംരക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചിന്തിക്കാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതുപോലുള്ള അറിവുകൾ നിറഞ്ഞ കാര്യങ്ങൾ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.